ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. നന്മയിൽ വർത്തിക്കുക എന്നതാണ് ഉത്തരം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നന്മയിൽ വർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് ഇഹ്സാൻ എന്നത്. ഇഹ്സാൻ രണ്ട് തരമുണ്ട്. ഒന്ന് അള്ളാഹുവിനുള്ള ഇബാദത്തിലെ ഇഹ്സാൻ, അഥവാ അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അവനെ കാണുന്നത് പോലെ ആരാധിക്കുക. ഗുണകാംക്ഷ നിർഭരവും സമ്പൂർണവുമായ നിലക്ക് അള്ളാഹുവിനുള്ള ബാധ്യതാ നിർവഹണം കാര്യക്ഷമമാക്കുക എന്നർത്ഥം. പ്രതീക്ഷയും പേടിയും യഥാവിധം സമന്വയിപ്പിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കുക. പ്രസ്തുത ഇഹ്സാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ആരാധിക്കുക. അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു ബോധം മക്കളിലുണ്ടായാൽ, ഭാര്യയിലും ഭർത്താവിലും മാതാപിതാക്കളിലും നാട്ടുകാരിലും കൂട്ടുകാരിലും ഈ ബോധമുണ്ടായാൽ അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാനും സാധിക്കും. ഇഹ്സാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിലേക്കുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷ കൊണ്ട് നന്മ ചെയ്യുകയും അള്ളാഹു കാണുന്നുണ്ടെന്ന ഭയം മൂലം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. അള്ളാഹുവിനെ നീ ഭയക്കുക. അവനെ നീ കാണുന്നത് പോലെ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാം. അതാണ് ഒന്നാമത്തെ ഇഹ്സാൻ, അള്ളാഹുവിൻ്റെ എന്നുള്ള ഇബാദത്തിലെ ഇഹ്സാൻ. രണ്ടാമത്തത് പടപ്പുകളോടുള്ള ഇഹ്സാനാണ്. ഏതൊരു സൃഷ്ടിയോടായാലും നന്മയിലുള്ള വർത്തനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്മയോടുകൂടി വർത്തിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക, അയൽവാസികളോട് നന്മയിൽ സഹവസിക്കുക, അനാഥകളോട് നന്മയിൽ വർത്തിക്കുക, അഗതികളോടും ഇടപാടുകാരോടും ഇതേ രൂപത്തിൽ നന്മ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നവരോട് പോലും, തെറ്റു ചെയ്തവരോടും മൃഗങ്ങളോട് പോലും നന്മയിൽ വർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ രണ്ടാമത്തെ ഇഹ്സാനാണ് ചെയ്യുന്നത്. അള്ളാഹു ഇഹ്സാൻ കൊണ്ട് കൽപ്പിച്ചു. തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യാനുമാണ്. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എമ്പാടുമാണ്. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു തന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. നീ എൻ്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. നിങ്ങൾ ജനങ്ങളോട് നല്ല വാക്കു പറയണം. നമ്മുടെയൊക്കെ വാക്കിൻ്റെ കാഠിന്യതയും മൂർച്ചയും ശക്തിയും എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം, എല്ലാ വസ്തുക്കളോടും നല്ല നിലയിൽ വർത്തിക്കുവാനാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല നിലയിൽ കൊല്ലുക, അറുക്കുകയാണെങ്കിൽ നല്ല നിലയിൽ അറുക്കുക. നിങ്ങൾ ഓരോരുത്തരും കത്തിമൂർച്ച കൂട്ടുകയും അറുക്കുന്ന ജീവിക്ക് ആശ്വാസം നൽകുകയും ചെയ്യുക. മാംസത്തിന് വേണ്ടി ഉരുവിനെ അറുക്കേണ്ട വിഷയത്തിലാണ് ഈ ഹദീത്ത്. ഇങ്ങനെ ധാരാളമായി ഇഹ്സാനിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ നിവേദനം ചെയ്ത മറ്റൊരു ഹദീത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു, രണ്ട് കാര്യങ്ങൾ മനഃപ്പാടമാക്കി. നിശ്ചയം അള്ളാഹു മുഹ്സിനാകുന്നു, എല്ലാത്തിനോടും ഇഹ്സാൻ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾ അജ്ഞാനകാലത്ത് ജാഹിലിയത്തിൽ പ്രവർത്തിച്ചതിൽ ശിക്ഷിക്കപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും ഇസ്ലാമിൽ സുകൃതം പ്രവർത്തിച്ചാൽ ജാഹിലിയത്തിൽ ചെയ്തതിൻ്റെ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല. വല്ലവനും ഇസ്ലാമിൽ തിന്മ പ്രവർത്തിച്ചാൽ അവൻ ജാഹിലിയത്തിൽ ചെയ്തു പോയ തെറ്റിനാലും പിൽക്കാലത്ത് ചെയ്ത തെറ്റിനാലും ശിക്ഷിക്കപ്പെടും. ഒരാൾ നന്മയിലേക്ക് കൂറുമാറുമ്പോൾ
നന്മയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അയാളുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. എന്നാൽ തിന്മയിൽ അയാൾ വിരാജിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾക്കും അക്കാലത്തെ പാപങ്ങൾക്കും അയാൾക്ക് ദോഷം വന്നു ചേരും. ഇഹ്സാനിൻ്റെ മഹത്വവും മുഹ്സിനുള്ള പ്രതിഫലവും ധാരാളം ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. സൂറത്തുൽ ബഖറയിൽ 195 ആയത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും നബിയെ സുഗതം ചെയ്യുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് 22 അധ്യായത്തിൽ 37 വചനത്തിൽ പറയുന്നു. ഇങ്ങനെ സമാധാനത്തിൻ്റെയും സർവ്വസുഖങ്ങളുടെയും ഭവനമായ സ്വർഗീയ ആരാമം, സ്വർഗീയ അനുഗ്രഹങ്ങളുമാണ് മുഹ്സിനുകൾക്ക് ലഭിക്കുക. അങ്ങനെ അവർ ഈ പറഞ്ഞത് നിമിത്തം അള്ളാഹു അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ പ്രതിഫലമായി നൽകി. അവരതിൽ നിത്യവാസികളായിരിക്കും. സദ്വൃത്തർക്ക് ഉള്ള പ്രതിഫലമത്രേ അത്. നന്മ ചെയ്യുന്നവർക്ക് അത്രയും വലിയ പ്രതിഫലമാണ് ലഭിക്കുക. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനമാണ്. മുഹ്സിനുകളുടെ വിഷയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കുക. സുഗതം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും സ്വർഗവും ഉണ്ട്. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മളും മുഹ്സിനായി മാറുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇഹ്സാനോടുകൂടി വർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഏതൊരു കാര്യത്തിലും സുഹൃതം ചെയ്യുന്നവരായി മാറി ദീനിനെ സേവിക്കാനും സ്നേഹിക്കാനും ദീനീ ചിട്ടകൾക്കനുസരിച്ച് ജീവിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വല്ലാത്ത ഒരനുഗ്രഹമാണ് ഇസ്ലാമായി, മുസ്ലിമായി, മുഅ്മിനായി, മുഹ്സിനായി, മുഖ്ലിസായി എന്നുള്ളതൊക്കെ. ആ അനുഗ്രഹത്തെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.